ഹലോ അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട +1 അറബി എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പിന്നെ ഇത്തവണ +1 അറബി പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലപ്പോഴും SLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ട് +1 പരീക്ഷ 80 മാർക്കിന് എഴുതാൻ പോകുന്ന കുട്ടികളായിരിക്കും. ഏതൊക്കെയാണ് വരിക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. മാത്രമല്ല നമുക്ക് ഓണം പബ്ലിക് എക്സാം നടക്കാത്തതുകൊണ്ട് തന്നെ 4 യൂണിറ്റിന് പിന്നെ 2 യൂണിറ്റിന് പകരം 4 യൂണിറ്റിന് ചോദ്യങ്ങൾ വരും. ഏകദേശം 12ഓളം ചാപ്റ്റേഴ്സിനാണ് ചോദ്യങ്ങൾ വരിക. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏതിന്നായിരിക്കും ചോദിക്കുക, എന്ത് ചോദ്യങ്ങളായിരിക്കും വരിക എന്നൊക്കെ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ നിർബന്ധമായി വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇസ്മ ഫിഅൽ ഹർഫ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു 4 മാർക്കിനോ 6 മാർക്കിനോ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ധൈര്യമായിക്കൊണ്ട് നിങ്ങളിത് പഠിച്ചു പോയിക്കോളൂ. ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയാത്ത കുട്ടികൾക്കും ഇസ്മും ഫിഅലും ഹർഫൊക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ ട്രിക്കും എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ രീതിയിൽ പിന്നെ ഹുവ വെച്ചിട്ട് ഹുവ എന്നുള്ള വെച്ചിട്ട് സെൻറ്റൻസ് തരുന്നു. അത് ഹി ആക്കിയിട്ടോ നഹ്നു വെച്ചിട്ടോ അനൊക്കെ വെച്ചിട്ട് മാറ്റി എഴുതാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. സോ അത് നിർബന്ധമായിക്കൊണ്ടും ഈ ഒരു എക്സാമിന് വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും പാരഗ്രാഫ് തന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളെ +1 അറബി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, നിങ്ങൾക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. അതിൽ നിന്ന് നിങ്ങൾ ഈജാബിയ സെൽബിയ പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും വരും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഈസി ആയിട്ട് എങ്ങനെ ആൻസർ കണ്ടെത്താമെന്നുള്ളത് നമ്മൾ എജുപോർട്ടിൻ്റെ അറബിക് ലൈവ് ക്ലാസ്സിലുണ്ടാവും. മറ്റൊന്ന്, നിങ്ങൾക്ക് +1 വരുന്നത് കവിതയുടെ ലൈനുകൾ തരും, അതിൻ്റെ മീനിങ്ങുകൾ തരും, സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. എന്നിട്ട് കവിതയുടെ ലൈനുകൾ സ്യൂട്ടബിൾ ആകുന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതും നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. സോ ഇതും എക്സാമിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. മറ്റൊന്ന്, ഏതെങ്കിലും വ്യക്തികളുമായിക്കൊണ്ട് ഒരു ദർദശ ചാറ്റിങ്ങോ അതല്ലെങ്കിൽ ഹിവാറോ രണ്ടാളൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായിക്കൊണ്ട് നിങ്ങളെ +1 അറബി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. സോ നിങ്ങൾ ഇതിനും പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. മറ്റൊന്ന്, നിങ്ങൾക്ക് എന്തായിരുന്നാലും വരുന്നൊരു ക്വസ്റ്റ്യനാണ് അൽ മാ വൽ ഇസ്തിഅമാലി എന്ന വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പാരഗ്രാഫായിട്ടോ ആയിട്ട് നിർബന്ധമായിരിക്കും അത് വരും. നിർബന്ധമായ ക്വസ്റ്റ്യനാണ്. മറ്റൊന്ന്, ബയോഡാറ്റ തയ്യാറാക്കാൻ നിങ്ങളുടേതോ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ബയോഡാറ്റ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യന് നിർബന്ധമായിക്കൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ വളരെ സാധ്യതയുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യന് നിങ്ങൾ ഫിക്രത്തുൽ മർക്കസിയ അല്ലെങ്കിൽ റിസാലത്തുൽ മർക്കസിയ അല്ലെങ്കിൽ മഅനാൽ മർക്കസിയ ഇത് മൂന്നും ഒന്നാണ്. ഏതെങ്കിലും ഒരു പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 2 വരി കവിത തന്നിട്ട് അതിൻ്റെ മഅനാൽ മർക്കസിയ അല്ലെങ്കിൽ ഫിക്രത്തുൽ മർക്കസിയ എഴുതാനുള്ള ചോദ്യവും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം +1. മറ്റൊന്ന്, നിങ്ങൾക്കൊരു പാരഗ്രാഫ് തരുന്നു. ഈ പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ചോദ്യം ക്രിയേറ്റ് ചെയ്യാൻ സെൻറ്റൻസ് തന്നിട്ടോ പാരഗ്രാഫ് തന്നിട്ടോ ചോദ്യം ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിർബന്ധമായിക്കൊണ്ട് +1 പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. മറ്റൊന്ന്, നിങ്ങൾ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചിട്ടോ ഉള്ള ഒരു ട്രാൻസ്ലേഷൻ നിർബന്ധമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ മറ്റൊന്ന്, കം തെസ്റ്റക്ക് എന്ന് പറയുന്ന കവിതയെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫോ അതല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ട് മിക്കവാറും 8 മാർക്കിന് എസ്സേ ആയിക്കൊണ്ട് ആസ്വാദനക്കുറിപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് +1 അറബി എക്സാമിൽ പോകുന്ന നിങ്ങൾക്ക് വരാൻ വളരെ സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുമ്പോൾ ഒരിക്കലും ഇതൊക്കെ എങ്ങനെ ആൻസർ എഴുതും എന്ന ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. 10ാം ക്ലാസ്സിൽ ഒരു പ്രോഗ്രാം നോട്ടീസ്, ഒരു സ്പീച്ച്, ഒരു പോസ്റ്റർ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ പോരായിരുന്നോ? ഇത് പാരഗ്രാഫ് എഴുതാനും എസ്സേ എഴുതാനൊക്കെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എസ്സേ വന്നാലും പാരഗ്രാഫ് വന്നാലും എന്തു വന്നാലും അത് ഈസി എഴുതാനുള്ള എല്ലാ ട്രിക്കും ടിപ്പുമായിക്കൊണ്ട് എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ് നിങ്ങളെ കാത്തിരിക്കുന്നു. സോ വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഇതിലേക്ക് എത്തുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ ഉണ്ടായിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.